എനിക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു തരുമോ? ശരി ശരി, വാ വാങ്ങിത്തരാം. ദേ ആ കടയിൽ നിന്ന് വാങ്ങിത്തരാം. ഉരുളക്കിഴങ്ങിന് എന്താ വില? 15 പിന്നെ രൂപ. തക്കാളിക്കോ? 20. അത് രണ്ടും തന്നേക്ക്. ചേട്ടാ ഉള്ളി കൂടെ വേണേ. അയ്യോ കള്ളൻ കള്ളൻ! എന്റെ ചെയിനിങ് താ. എടാ കള്ള, മര്യാദയ്ക്ക് എന്റെ ചെയിനിങ് താ. എന്റെ ചെയിനിങ് തരാന്നാ പറഞ്ഞേ. എന്റെ ചെയിൻ എവിടെയാണെന്ന് പറ. മര്യാദയ്ക്ക് എന്റെ ചെയിൻ തിരിച്ചു താ. ആന്റി, ഇത് നമ്മളുടെ ചഡ്ഡ അങ്കിളാണ്. ഇദ്ദേഹമല്ല നിങ്ങളുടെ ചെയിൻ അടിച്ചു മാറ്റിയത്. നിങ്ങളെ പോലെ ഇദ്ദേഹവും വെജിറ്റബിൾസ് വാങ്ങി വരികയായിരുന്നു. ഇദ്ദേഹം നല്ല മനുഷ്യരാണ്. ആണോ? അപ്പൊ പിന്നെ എന്റെ ചെയിൻ ആരാ അടിച്ചു മാറ്റി കൊണ്ടുപോയത്? കള്ളൻ വേറെ ആരോ ആണ്. അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. അതാരാ? ഞാനിപ്പോ വന്നേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എനിക്ക് തോന്നുന്നത് ട്രാൻസ്പെറന്റ് ആയ ഒരു ഹ്യൂമൻ ഷേപ്പ് പറന്നു പറന്നു പോകുന്നതായിട്ടായിരുന്നു. ഈ കള്ളൻ സ്വർണ്ണങ്ങളെല്ലാം മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. വീണ്ടും വീണ്ടും സ്വർണ്ണങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ കണ്ണിലും പെടുന്നുമില്ല. ഈ അദൃശ്യനായ കള്ളൻ ആരാണ്? അപ്പൂപ്പ നിങ്ങളിവിടെ. അപ്പൂപ്പ ഇന്ന് നമ്മുടെ സിറ്റിയിൽ തുടർന്ന് ഒരുപാട് മോഷണം നടന്നിട്ടുണ്ട്. ഒരു കാര്യം അറിയോ അപ്പൂപ്പ? ഞാൻ വളരെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ കണ്ടു. ഹ്യൂമൻ ഷേപ്പിൽ ട്രാൻസ്പെറന്റ് ആയ ആരോ റൂഫിൽ കൂടെ രക്ഷപ്പെടുന്നത് കണ്ടു. ട്രാൻസ്പെറന്റ് ഹ്യൂമൻ ഷേപ്പോ? അതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ അതിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ. ആരും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം പുതിയൊരു കള്ളൻ വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോഗ്രാം രാത്രി 8 മണിക്ക് മറക്കാതെ കാണുക. ട്രാൻസ്പെറന്റ് കള്ളൻ വന്നിരിക്കുന്നു. വീർ, നിന്റെ എല്ലാ സൂട്ട്സും ഞാൻ സർവീസ് ചെയ്ത് കഴിഞ്ഞു. നീ എത്രയും പെട്ടെന്ന് നിന്റെ സ്യൂട്ട്സിനെ വിളിക്ക. ഓക്കേ അപ്പൂപ്പ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ്. ഡ്രിൽ സ്യൂട്ട് ഓൺ. നീ ഇപ്പൊ ഒരുപാട് തിന്നു കഴിഞ്ഞു.
ഇനി തിന്നതിനൊക്കെ പൈസ ഇപ്പൊ തന്നെ 500 രൂപയോളം ആയിരിക്കുക. എന്റെ കൈവശം പൈസയൊന്നുമില്ല. എടാ കാശ് തരാതെ നീ കളിക്കാനടാ. ഇന്ന പിടിച്ചോ. ഷേ, ഞാനിവിടെ എന്തെടുക്കാ? വീർ, വീർ എവിടെയാ? വീർ, ആ, ആ, വീർ, വീർ, ആ ഒക്ടോപ്പസ് എവിടെയാ? ഞാൻ അതിനെ ഇപ്പൊ തന്നെ വകവരുത്താം. Auto repair will be done in 8 seconds. 8, 7, 6, 5, 4, 3, 2, 1. Done. ഞാ. തീർച്ചയായിട്ടും ആ ഹാറ്റിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാ വീർ അത് അണിഞ്ഞതും അവന്റെ കൺട്രോളിലായി പോയത്. ആ ഹാറ്റ് നമുക്ക് എടുത്തേ പറ്റൂ. പക്ഷേ നമ്മൾ എങ്ങനെ അവനെ ഫോളോ ചെയ്യുന്നത്? ഒരു പക്ഷേ കഴുതകൾക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതിനെന്താ, നിനക്ക് ഓർമ്മയില്ലേ ആ പറക്കുന്ന ചിറകുണ്ടല്ലോ? വേഗം ചെല്ലു ചുൽബുൾ. അവർ ഒരുപാട് ദൂരം പോകുന്നതിന് മുന്നേ നമുക്ക് പിടികൂടണം. എനിക്കത്ര വേഗത്തിൽ പറക്കാനൊന്നും പറ്റില്ല. അത് ചെയ്യേണ്ടത് നീയാണ്. എത്ര പെട്ടെന്ന് നീ പെടല് ചവിട്ടുന്നു അത്ര പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റും. അത് ശരി. ചുൽബുൾ, ഞാനിപ്പോ ജമ്പ് ചെയ്ത് വീറിന്റെ തലയിലുള്ള ഹാറ്റ് തട്ടിത്തെറിപ്പിക്കണം. പക്ഷെ എമിലി, നീ താഴെ വീണാലോ? വീറിന് വേണ്ടിട്ട് ഞാൻ അത്രമൊരു റിസ്ക് എടുത്തേ പറ്റൂ. ഓ, ഞാൻ എങ്ങനെയാ ഇവിടെ വന്നത്? ഒരുപക്ഷെ ആ ഹാറ്റ് എന്നെ കൺട്രോൾ ചെയ്തെന്നാ തോന്നുന്നത്. എമിലി, ചുൽബുൾ, ഞാനിതാ വരുന്നു. ചേട്ടോ, എത്രയും പെട്ടെന്ന് ആ സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കള്ളനെ പിടിക്കേ. ഫുർസത്ത് ഗഞ്ചിലെ എല്ലാ ജനങ്ങളെയും അവൻ പറ്റിച്ചിരിക്കുകയാണ്. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളൻ ഇങ്ങോട്ട് വരട്ടെ. ജിൻഡു, സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരെന്ന് പറഞ്ഞത് ഇവരെ അല്ല. ഇവരെ ആദ്യം പറഞ്ഞയക്ക്. ഞാൻ എന്ത് ജോലി ചെയ്താലും നീ തൃപ്തനാവുന്നില്ല. എന്നാ ഞാൻ അവരെ പറഞ്ഞേച്ചേക്കാം. ഞാനും ഇപ്പൊ ഇവിടുന്ന് പോവാ. വീർ, നീ പറഞ്ഞത് വളരെ ശരിയാ മോനെ. അത് വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവന്മാര് പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും ശക്തിയായിരിക്കുമെന്നാ. അവന്മാർക്ക് എന്തോ ഒരു കാര്യത്തിന് കുറെ സ്വർണം ആവശ്യമായി വന്നിട്ടുണ്ട്. എന്നാൽ ശരി അപ്പൂപ്പ, ഇനി അവരെ സ്വർണത്തിന്റെ ട്രാപ്പ് വെച്ച് വേണം പിടികൂടാൻ. ഇത് കണ്ടോ, എന്തുമാത്രം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നീ ഇവിടുത്തെ നിവാസികളെ പറ്റിക്കുകയാണ്. നീ വീണ്ടും തെറ്റാവർത്തിക്കുന്നു. നമ്മുടെ പ്ലാനറ്റിലും നീ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയത്. നമ്മളെ അവിടുന്ന് പുറത്താക്കിയതിന് കാരണം നമ്മൾ വളരെ വീക്കായിരുന്നു. പക്ഷേ ഈ ലോകം ശക്തിമാന്മാരുടേതാണ്. ഇത്രയും പെട്ടെന്ന് നമ്മൾ ഒരുപാട് സ്വർണം സ്റ്റോക്കപ്പ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വ്യത്യസ്തമായ ആയുധം ഉണ്ടാക്കാൻ പറ്റൂ. ഇനി ഭൂമിയിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് നമുക്ക് ഈ ഭൂമി ഭരിക്കാം. ചാർലി ഇപ്പൊ പറഞ്ഞത് ശരിയാ. അല്ല, നമ്മൾ മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു പ്ലാനറ്റ് തിരഞ്ഞെടുത്ത് നമ്മൾ അവിടേക്ക് പോകുന്നതാ. ആയുധങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല. കൂട്ടുകാരെ, ആരും പ്രതീക്ഷിക്കാതെ സിറ്റിയിൽ ഒരു ഗോൾഡ് കള്ളം വന്നിരിക്കുകയാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും അവരവരുടെ സ്വർണ്ണ ആഭരണങ്ങൾ സെൻട്രൽ ഹാളിൽ കൊണ്ടുവന്ന് വെച്ചേക്ക്. എന്നാലേ നമുക്ക് അവരെ പിടിക്കാൻ പറ്റൂ. അവിടെ ടോട്ടൽ സെക്യൂരിറ്റിയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വർണം അവിടെ സേഫ് ആയിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ റോബോ ബോയ്.
എങ്ങനെയാ രക്ഷപ്പെടുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ.